ഞാൻ ചങ്ങനാശ്ശേരി രൂപതയിൽ പായിപ്പാട് ലൂർദ്മാത പള്ളി ഇടവ അംഗമാണ്. എന്നാൽ 4 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരം ജോലി നോക്കുന്നു. തിരുവനന്തപുരത്താണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ നിന്നും എല്ലാ ദിവസവും വലിയാറ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 കിലോമീറ്ററിനുള്ളിൽ നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നടന്നു പോകുമ്പോൾ ഓരോരുത്തരും മോട്ടോർ സൈക്കിളിലും വണ്ടിയിലുമായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഞാൻ വളരെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും പോകായിരുന്നല്ലോ എന്ന് ചിന്തിച്ചോണ്ട് എല്ലാ ദിവസവും ചേട്ടൻ കുർബാനയ്ക്ക് നടന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ചേട്ടൻ ആഗ്രഹം ഒരുപാട് പേര് പിന്നെ കാറിലൊക്കെ വരണം. അപ്പൊ എനിക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മോട്ടോർ സൈക്കിള് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിനോട് ചോദിച്ച് അങ്ങനെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ആദ്യ വെള്ളിയാഴ്ച ഒരു ദിവസത്തെ ധ്യാനം കൂടി. ആ സമയത്ത് അച്ഛൻ ഇവിടെ വിളിച്ചു പറഞ്ഞു ഏതാണ്ട് 7 മക്കൾക്ക് വാഹനത്തിന് വേണ്ടി ദൈവം അനുഗ്രഹം കൊടുക്കുന്നുവെന്ന്. ഞാൻ അത് കേട്ടു, എനിക്ക് എന്നാ വാഹനമാണെന്നുള്ള ചിന്തയിൽ ഞാൻ അങ്ങ് പോയി. അവിടെ ചെന്ന് പിറ്റേ ദിവസം വലിയാറ പള്ളി ഞായറാഴ്ച ഞാൻ കുർബാന ചെയ്യുന്നപ്പോൾ അവിടുത്തെ അച്ഛൻ പറഞ്ഞു ഇവിടെ പ്രൈസ് കിട്ടിയ ഒരു മോട്ടോർ സൈക്കിള് ലേലത്തിന് വെച്ചിരിക്കുന്നു. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ അത് ലേലം ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടുത്തെ മെസ്സേജ് കേട്ട് അവിടെ ചെന്നപ്പോ വേറെ രീതി കർത്താവ് ക്രമീകരിക്കുക. ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ആ വണ്ടി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവിടുത്തെ ആ കമ്മിറ്റിക്കാരൻ, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനായതുകൊണ്ട് ആ ഇടവക്കാരനല്ലായിരുന്നുകൊണ്ട് അവിടെ ഉള്ള ആൾക്കാരെല്ലാം പറഞ്ഞാൽ ജോസഫേട്ടൻ നമുക്ക് അറിയാവുന്നല്ലേ വർഷങ്ങളായിട്ട്, അതുകൊണ്ട് ജോസഫേട്ടൻ വണ്ടി വില കുറച്ചും കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ മേടിച്ച് ഉള്ള വിലയിൽ 5000 രൂപ കുറച്ച് എനിക്ക് ആ വണ്ടി തന്നു. വണ്ടി തന്നപ്പോൾ എനിക്ക് സൈക്കിൾ പോലും ഉരുട്ടാൻ അറിയാൻ മേല. ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് കൂലിക്കാണ് ആളെയും കൊണ്ട് വന്ന് വണ്ടി കൊണ്ടേ വെച്ച്. എന്റെ ദൈവമേ, ആൾക്കാരല്ലേ എന്നെ കളിയാക്കി. സൈക്കിൾ ഓടിക്കാൻ മേലാത്ത വണ്ടി എടുത്തോണ്ടെന്ന് വെച്ചാൽ എന്നെ കാണാനാണ്. ഞാനിങ്ങനെ വളരെയേറെ പ്രയാസപ്പെട്ട്, ശരിയാണല്ലോ, ഉന്തിക്കൊണ്ട് അങ്ങോട്ട് തള്ളിയ ഉടനെ മറിഞ്ഞു വീഴുക. ഞാൻ അവിടുന്ന് തീരുമാനമെടുത്തു ഇത് വിൽക്കാൻ ഒരുക്കുമ്പോൾ എല്ലാവരും 15,000 20,000 രൂപ പറയുന്നത്. വണ്ടി മേടിച്ച് അവസാനം ഓടിക്കാറുള്ളത് വിൽക്കാൻ തീരുമാനിച്ചു. അപ്പൊ തന്നെ ആൾക്കാർ അതൊക്കെ വിലയൊക്കെ ചവിട്ടി തരുത്തിരിയാക്കാം. ചിലർ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിന്റെ സ്റ്റോറിൽ ചെന്ന് അവരുമായിട്ട് സംസാരിക്കുക, ചിലപ്പം സ്കൂട്ടർ കിട്ടിയേക്കും, ബൈക്കായിരുന്നു, സ്കൂട്ടർ കിട്ടിയേക്കും, ഒന്ന് സംസാരിച്ചു ഓടിക്കാൻ എളുപ്പമുള്ളതുകൊണ്ട് സ്കൂട്ടർ ആക്കട്ടെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വണ്ടിയുടെ കൂടെ 1,000 രൂപയുടെ ഇങ്ങോട്ട് തന്നാൽ ഒരു സ്കൂട്ടറിന് ബൈക്ക് കൊടുത്തിട്ട് വണ്ടി പൈസേനെ കൊടുത്താലാണ് സ്കൂട്ടർ കിട്ടുള്ളൂ. അങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ സ്കൂട്ടർ കിട്ടിക്കൊണ്ട് എടുത്തോണ്ട് റൂമിൽ വന്നിട്ട് അതും തള്ളിക്കൊണ്ട് നടക്കാൻ പോലും അറിയത്തില്ല. പെട്രോൾ ഒഴിച്ച് കുറച്ചൊക്കെ 2-3 കിലോമീറ്റർ ചെറിയ റോഡിൽ കൂടെ തള്ളിക്കൊണ്ട് നടന്നു തള്ളാൻ പഠിച്ചു. അതിനുശേഷം ഞാൻ ലൈസൻസ് എടുക്കാൻ വേണ്ടി ആൾക്കാർ വേണ്ടി ലൈസൻസ് ലേണിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പേപ്പറെല്ലാം റെഡിയാക്കി ഞാൻ അവിടുന്ന് ലേണിംഗ് ലൈസൻസ് എന്ന് എഴുതുമ്പോൾ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ തലേദിവസം കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് ലേണിംഗ് ലൈസൻസ് ഒന്നും മനസ്സിലാക്കിയിട്ട് പോലും ഇല്ല. എന്നെ വിളിച്ചു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു പേപ്പറെല്ലാം മേടിച്ച അവിടെ ഇരുത്തിയേച്ച് പേര് വിളിച്ചു. അതൊരു TV കാണിച്ചു. ടിവിയുടെ മുന്നിലോട്ട് ചെന്നേച്ച് പറഞ്ഞു നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്, അതിൻ്റെ ആൻസർ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ വിചാരിച്ചാൽ ചോദിക്കുക പറയുക നിങ്ങളുടെ. ഞാനതിങ്ങനെ ചോദ്യങ്ങൾ എൻ്റെ TV വരും, ഞാൻ പ്രസ് ചെയ്യും. എല്ലാം കമ്പ്യൂട്ടറിൽ വരുന്ന സമയത്ത് 0 വന്നു. അങ്ങനെ 4-5 0 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അങ്ങ് മനസ്സിന് വളരെ പ്രയാസമായി. സാറേ ഇത് കുത്തിയിട്ട് ശരിയാകുന്നില്ല, അപ്പം താമ്പ് ഇറങ്ങിപ്പോയി പഠിച്ചു വരാൻ. ഞാൻ അവിടെ നിന്നുകൊണ്ട് അപ്പം ഇവിടെ വെച്ച് കേട്ടിട്ടുണ്ട് വിശ്വാസ പ്രമാണം ചെല്ലാൻ. ഏതാണ്ട് 20 ചോദ്യത്തിൽ 4 0 ആയി. പിന്നെ പോട്ടെ 15-14 മിനിറ്റ് ഉള്ളൂ. ഞാൻ അവിടെ നിന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് പിന്നെ പ്രസ് ചെയ്ത മുഴുവൻ മാർക്കായിട്ടാണ് മാറിയ. എന്റെ ദൈവമേ, 14-ാമത്തേന് എനിക്ക് പാസ്സായി. ഞാൻ ഉടനെ തന്നെ ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാൻ ലേണിംഗ് ലൈസൻസ് എടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ടെസ്റ്റിന് ഡേറ്റ് കിട്ടി. ടെസ്റ്റിന് ഇപ്പം എല്ലാവരും പറഞ്ഞു ഇത് പഠിക്കാൻ എങ്ങനെ പോകുന്നുവെന്ന്. ഞാൻ സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഒന്നാമത്തെ പ്രായ കൂടുതൽ, അതിൻ്റെ പുറത്ത് ഈ സൈക്കിൾ പോലും അറിയാൻ മേല, ആ ആളിനെ എങ്ങനെ ടെസ്റ്റ് എടുക്കാനാവും. ഞാൻ പറഞ്ഞു ദൈവം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പുറകെ ഞാൻ പോകുന്നുള്ളൂ, മറ്റുള്ളവരുടെ പുറകെ പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ പ്രകാരം ഞാൻ ഒരാഴ്ച മുഴുവൻ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ടെസ്റ്റിൻ്റെ ദിവസം ഇവിടെ വിളിച്ചും പറഞ്ഞു. അതിനുശേഷം ഞാൻ ടെസ്റ്റിന് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു കിട്ടാൻ പാടാണ്, നിങ്ങൾക്ക് സൈക്കിളെ കയറാൻ പോലും അറിയാൻ പറ്റില്ല എന്ന്. ഞാൻ പറഞ്ഞു ഇത് ഞാനല്ല പ്രവർത്തിക്കുന്നത്, വിശ്വസിക്കുന്ന യേശു ഇവിടെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഉടനെ സ്കൂളിൻ്റെ മാസ്റ്റർ പറഞ്ഞു ശരി 100 രൂപയാണ് അരമണിക്കൂർ നേരത്തേക്ക് വണ്ടിക്ക്, നിങ്ങൾ കയറി നോക്ക്, കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവിടുത്തെ പേപ്പറെല്ലാം കൊടുത്തു, വണ്ടി അവർ തന്നു, ഒരു ഹെൽമെറ്റ് തലയിൽ വെച്ച് തന്നു. ഞാൻ കയറി ഇരുന്നെന്നറിയാം. വണ്ടി പിന്നെ തിരിച്ചെങ്ങനെ ഇറങ്ങിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല. അവിടുന്ന് എന്നോട് ചോദിച്ചു ഇതെങ്ങനെ എടുത്തെന്ന്. വെഹിക്കിൾ വരെ 2ാമത് CD ഇട്ട് നോക്കി.
അങ്ങനെ ഞാൻ ഉടനെ താഴെ ഇറങ്ങിയ ഉടനെ ദൈവത്തെ സ്തുതിച്ചു. ഉടനെ വെഹിക്കിൾ പറഞ്ഞു, നിങ്ങൾ ദൈവത്തെ എന്തായിരുന്നു ഒരു മാലാക കൂടെന്ന് പ്രവർത്തിച്ച കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ ടെസ്റ്റ് പഠിക്കാൻ സ്കൂളിലും പോയില്ല. വണ്ടി ഏതാണ്ട് ഒരു 15 ദിവസം വണ്ടി തള്ളിക്കൊണ്ട് നടന്നു. ആ വണ്ടി കഴിച്ചു. ഇന്നും ഞാൻ ശരിയായിട്ട് വണ്ടി ഓടിക്കുന്നില്ല, എങ്കിലും ഇന്നും ദൈവത്തിന് ദിവസവും എന്തായാലും വണ്ടി ഓടിക്കാൻ പഠിച്ചെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ പിന്നെ എന്തായാലും ലൈസൻസ് കിട്ടിയത് അവരെ ഓടിപ്പിച്ച് നോക്കുകയും ചെയ്തു. വണ്ടിയെ കയറാതെ തന്നെ ദൈവം നേരിട്ട് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അവർ റോഡ് ടെസ്റ്റ് നടത്തി, അതും പാസ്സായി. ഏതായാലും ലൈസൻസും കൈ കിട്ടി. ഇപ്പം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് തീരാത്ത നന്മകൾ ചെയ്തവൻ തീരാത്ത നന്മകൾ ചെയ്തവൻ